നിങ്ങൾ ഹൾക്കിനെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിലെ ഈ പുള്ളിയെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുമുണ്ട് ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഹൾക്കിനൊക്കെ കലിപ്പ് ഇളകിയാലോ പ്രശ്നം, ബട്ട് ബായിക്ക് കലിപ്പ് ആയില്ലെങ്കിലോ പ്രശ്നം. ബിക്കോസ് ബായ് ഈസ് ഓൾവേസ് ഓൺ കലിപ്പ്. വിനയ വിധേയ രാമ. കുറച്ച് ഓർഫനേജ് പിള്ളേർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടി കരയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുട്ടി കരഞ്ഞപ്പോഴേക്ക് റൈറ്റർ പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് ഓർമ്മ വന്നിട്ട് ഈ പിള്ളേർ ഒരു കുട്ടിനെ എടുത്ത് സ്ലോ മോഷനിൽ ചാടിയോടും. ദെൻ പ്രൊഡ്യൂസറിന്റെ കയ്യിലുള്ള പൈസ തീർക്കാൻ തീരുമാനിച്ച ഡയറക്ടർ നെക്സ്റ്റ് സീനിൽ ഒരു പാട്ട് പ്ലാൻ ചെയ്യും. ബിക്കോസ് പിള്ളേരെയൊക്കെ വളർത്തിയെടുക്കണ്ടേ. അങ്ങനെ ഡയറക്ടർ വിചാരിച്ച പോലെ പിള്ളേരൊക്കെ ഒരു സോങ്ങിൽ വളർന്നു വലുതായി. ഈ 5 പേര് ചേട്ടൻ എനിമാരാണ്. പിന്നെ ഈ മൂത്ത ചേട്ടനെ കുറച്ച് സൂക്ഷിക്കണം വില്ലന്മാര്, ബിക്കോസ് ആളൊരു നേർമയായ ഓഫീസറാണ്. സോ സ്വാഭാവികം വില്ലനെ കൊണയ്ക്കാൻ കാരണം കിട്ടിയല്ലോ. ഇനിയിപ്പോ വില്ലന്റെ അനിയനോ ചേട്ടനോ അളിയനോ ആരെങ്കിലൊക്കെ വരും. എത്തിയല്ലോ. പടത്തിന്റെ ഹീറോയിന് ഒരു എൻട്രി വേണ്ടേ? ദാ എത്തി ബായ്. ബായ് ഒരു വെറൈറ്റിയാ. ബായിന്റെ എൻട്രി അപ്പൊ കുറച്ച് കോറ് പൊട്ടിക്കുന്നവര് വേണം. ബിക്കോസ് ചാടുമ്പോ പറക്കുമ്പോ ഒക്കെ പൊട്ടി കല്ലൊക്കെ എടുത്ത് എറിയണം എയറിൽ, ഇല്ലെങ്കിൽ ബായിക്ക് സമാധാനമാവില്ല. ദുൽഖർ സൽമാനെ ക്യാമിയോ ചെയ്യാൻ വിളിച്ചപ്പോ അപ്പൊ ദുൽഖർ സൈക്കിളിൽ സിപ്പപ്പ് കുടിച്ചു വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോ ഡയറക്ടറിന് വേറെ വഴിയില്ലാതെ ഒരു കുട്ടി ദുൽഖറിന് അറേഞ്ച് ചെയ്തു. പിന്നെ അവിടുന്ന് ഏട്ടന്റെ ഓഫീസ്. ഇനി സ്വാഭാവികം ഇവനെ കയറി ഇടിക്കും, എന്നിട്ട് കുറച്ച് കുറച്ച ഡയലോഗൊക്കെ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ നേരെ ഇവന്റെ ഏട്ടൻ്റെ അടുത്ത് പോകും. ഇനി അവന്റെ ഏട്ടൻ ഇവനെ അവിടെ വിളിച്ചു വരുത്തും. ഇനി രണ്ടുപേരും മാറി മാറി കുറച്ച ഡയലോഗ് അടിക്കും. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ മൂത്രം ഒഴിപ്പിക്കൂടാ. വില്ലൻ 2 വന്നിട്ട് പോലീസ് പവർ വെച്ച് ഹീറോനെ തളയ്ക്കാൻ നോക്കും. പക്ഷേ നമുക്കെന്നെ അറിയൂ ഹീറോ കോറി ബ്ലാസ്റ്റർ ആണെന്ന്. ഇത് വീണ്ടും കുറച്ച് കരിങ്കല്ലൊക്കെ എറിഞ്ഞ് ബായിന്റെ എൻട്രി. പിന്നെ അവിടെ മൊത്തം കല്ല് തൂത്തുവാരി ബായി ഫോർ അടുത്ത ഫൈറ്റിന്. ഇനിയിപ്പോ അവിടുത്തെ വില്ലന്മാരിനെയൊക്കെ തീർത്ത സ്ഥിതിക്ക് പണം കഴിഞ്ഞു എന്ന് വിചാരിച്ച ഓഡിയൻസിന് ഒരു ഷോക്ക്. വില്ലൻ 3 ഈസ് റിമൈനിങ്. ഇനി ഇവൻ ജാവണ ഒരു വെയിറ്റ് ചെയ്യട്ടെ. മാസ് വില്ലന്ന് പ്രൂവ് ചെയ്യാൻ കാർ എടുത്ത് കുറച്ച് ഇടിച്ച് തെറിപ്പിക്കൽ. വില്ലൻ 3ന് തെറിപ്പിക്കൽ ഇഷ്ടമാ. ഐ മീൻ കാറിൽ ഇടിച്ച് തെറിപ്പിക്കലേ. മാസ് വില്ലൻ. ബായിന്റെ ഏട്ടനെയൊക്കെ കൂട്ടിയിട്ട് വന്ന് വളയും ചെലങ്ങയൊക്കെ ഇട്ട് കണ്ട് രസിക്കുന്ന ഒരു ലൊട്ട വില്ലൻ. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഏട്ടൻ പെട്ടെന്ന് ബായെ വിളിച്ചു. പിന്നെ പറയണ്ടല്ലോ, ബായ് വിത്തിൻ മിനിറ്റ്സിലെത്തി ഓൺ കുതിരപ്പുറത്ത്. പിന്നെ കുതിരപ്പുറത്തൊക്കെ വന്ന സ്ഥിതിക്ക് മാസ് കാണിക്കണ്ടേ. സോ 2 തലവൻ. എന്നാ പിന്നെ ഒരു ഇമോഷൻ വേണ്ടേ? ബഡാ സാബ് പടവായി. പിന്നെ ലാസ്റ്റ് വേർഡ്സ് വേണ്ടേ? നീ മറക്കണം. നിക്ക് പടത്തിൽ സോങ് ഒന്നുമില്ലേ? പിന്നെ ഒരു ക്ലൈമാക്സ് അവസാനമായി ഡയറക്ടർ തീരുമാനിച്ചു. കോർ ഹീറോ വിസസ് വയ്യ വില്ലൻ. പിന്നെ വില്ലൻ പോയി സ്വയം കത്തിയിൽ തല കൊടുത്ത് പടവായി. ലാസ്റ്റ് ഒരു ക്യാമിയോ ഓഫ് ബഡാ സാബ് ഗോസ്റ്റ്. ஆள் நடமாட்டமே இல்லாத இடமா பார்த்து அடிச்சு சாப்பிடுங்க.